ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സാറ്റർഡേ ആണ്. ഇന്നത്തെ മോട്ടിവേഷണൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര തിരിച്ചു. ആദ്യം തന്നെ നമുക്കൊന്ന് പെട്രോൾ അടിച്ചിട്ട് നമ്മുടെ യാത്ര ആരംഭിക്കാം. അപ്പം നമുക്ക് നേരെ പെട്രോൾ പമ്പിലേക്ക് പോവാം. ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. 2 ദിവസം നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് പെട്രോൾ പമ്പിൽ പോയിട്ട് എണ്ണ അടിക്കാം. പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണ അടിച്ചിറങ്ങി. അപ്പോൾ നമുക്ക് 2 ഗിഫ്റ്റ് കിട്ടി. ഇതേ 2 വെള്ളക്കുപ്പി. അപ്പോൾ അവർ പറയുന്നത് 2000 രൂപയ്ക്ക് മുകളിൽ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഗിഫ്റ്റ് ഉണ്ടെന്നാണ്. ആണ് നമ്മുടെ വീട്ടിനടുത്ത ഏറ്റവും വലിയൊരു മാർക്കറ്റ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ഫിഷൊക്കെ വാങ്ങിക്കുന്നത്. എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പം എപ്പോഴും ഹാപ്പി ആയിരിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല കേട്ടോ. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഒരു മോട്ടിവേഷണൽ വ്ളോഗ് എന്നുള്ള പേര് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മോട്ടിവേഷൻ വീഡിയോസ് ഇടാറുണ്ട്, അതുപോലെ തന്നെ നമ്മൾ വ്ളോഗിങ്ങും കൂടെ ചെയ്യാണ്. അപ്പോൾ രണ്ടും ചേർത്ത് നമുക്ക് വ്ളോഗിങ് ചെയ്യാം, മോട്ടിവേഷനും തരാം. ഇപ്പോൾ രാവിലെ തന്നെ എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും ഒന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്മൈൽ ചെയ്തേ, പുഞ്ചിരിച്ചേ. അതിമനോഹരമായിട്ട് പുഞ്ചിരിക്കാം. ചിരിച്ചുകൊണ്ട് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ചിരിച്ചുകൊണ്ട് വേണം നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ഇപ്പോൾ ചാത്തന്നൂർ എത്തിയിട്ടുണ്ട്. നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നത് കാരണം റോഡിലൊക്കെ നല്ല തിരക്കാണ്. രാവിലെ തന്നെ നല്ല തിരക്കാണ് റോഡ് മൊത്തം. എനിക്ക് തോന്നുന്നു ഓഫീസിലും പല ജോലിക്ക് പോകുന്ന ആൾക്കാരുടെ നല്ല റഷുണ്ട് കേട്ടോ. അന്തരീക്ഷം കൊള്ളാം. രാവിലെ തന്നെ നല്ല മഴ പെയ്തു. അപ്പോൾ മഴ പെയ്തപ്പോൾ ഞാൻ യൂണിവേഴ്സിനോട് പറഞ്ഞു, യൂണിവേഴ്സ് മഴയാണെങ്കിൽ മഴ, ഞങ്ങൾ മഴ എൻജോയ് ചെയ്യും. സാധാരണ എവിടെയെങ്കിലുമൊക്കെ പോകാൻ ഇറങ്ങുമ്പോൾ മഴ പെയ്തു അല്ലെങ്കിൽ സാഹചര്യം നമുക്ക് അനുകൂലമായില്ല. അപ്പോൾ ഉടനെ എന്ത് ചെയ്യും? എല്ലാവരും നെഗറ്റീവ് ചിന്തിക്കും. അയ്യോ, ഇന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഇന്ന് ഫുള്ള് മഴയാണല്ലോ, ഇന്നത്തെ ദിവസം പോക്കാണ്. അതിപ്പോൾ എല്ലാ ദിവസവും, ഇപ്പോൾ ട്രിപ്പിൻ്റെ കാര്യമല്ല, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ടും ഇന്നത്തെ ദിവസം കണി കണ്ടത് അപ്പുറത്തെ വീട്ടിലെ ഗോപാലനെയാണോ, അയാളെ കണി കണ്ടു കഴിഞ്ഞാലേ പോക്കാണ്. അയാളെ കണി കണ്ട ദിവസങ്ങളിലൊക്കെ എനിക്ക് മോശമേ സംഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ കണി ശരിയല്ല, ഇന്നത്തെ ദിവസം പോക്കാണ് എന്ന് നമ്മൾ രാവിലെ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി അതുപോലെ തന്നെ സംഭവിക്കും. നേരെ മറിച്ച് നമ്മൾ ആരെ കണി കാണുന്നു, എന്താണ്, അതൊന്നും ഒരു വിഷയമേ അല്ല. നമ്മൾ സ്വയം ചിന്തിക്കുക, ഇന്നത്തെ ദിവസം എനിക്ക് അടിപൊളിയായിരിക്കും, മഴയാണെങ്കിൽ ഓക്കെ ഞാൻ മഴ എൻജോയ് ചെയ്യും, വെയിലാണെങ്കിൽ വെയിൽ എൻജോയ് ചെയ്യും, എന്ത് വന്നാലും ഇന്നത്തെ ദിവസം എനിക്ക് സൂപ്പർ ആയിരിക്കും എന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകും. നമ്മൾ ഇപ്പോൾ ലുലു മോളിലെത്തി. കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അതുപോലെ തന്നെ നമ്മൾ കാറിൽ വെക്കാനുള്ള ഒരു മൊബൈൽ സ്റ്റാൻഡും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ ഒതുക്കി. റോയൽ റെസ്റ്റോറൻറ്റ് എന്നാണ് പേര്. അപ്പോൾ റോയൽ റെസ്റ്റോറൻറ്റിലോട്ട് പോവാം. ചിക്കൻ, പപ്പടം, വെള്ളം. ഹായ്, നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റി ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇനി എത്ര സമയം ഉണ്ടാവും? ഇനി ഒരു 2.5 മണിക്കൂർ എന്തായാലും എടുക്കും. 2.5 മണിക്കൂർ എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് പിന്നെ ലൈവും യൂട്യൂബിൽ ലൈവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആ സമയത്തൊന്നും വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. യാത്ര ചെയ്യുന്നത് കൊണ്ടുള്ള ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് പലരും ചോദിക്കാറുണ്ട്. ശരിക്കും യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറയും. അതുപോലെ തന്നെ ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്നവർക്ക് വളരെ നല്ലതാണ്. കാരണം നമുക്ക് വളരെ റിഫ്രഷ് ആയിരിക്കാനും റീ എനർജൈസ്ഡ് ആകാനും നല്ല ഹാപ്പി ആകാനും ഒക്കെ യാത്രകൾ നമ്മളെ സഹായിക്കും. അതുപോലെ യാത്ര നമ്മൾ നമ്മുടെ ഫാമിലിയുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ടൊക്കെ ചെയ്യുമ്പോൾ അവരുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ കൂടുതൽ ഡീപ്പർ ആകാനും, അതുപോലെ അൺഫോർഗറ്റബിൾ മെമ്മറീസ്, ഒരുമിച്ചുള്ള നല്ല നിമിഷങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും അത് സഹായിക്കും. ഹായ്, അങ്ങനെ നമ്മൾ പതുക്കെയാണ് വണ്ടി ഓടിച്ചു വന്നത് കേട്ടോ. ഒരുപാട് പണി നടക്കുന്നുണ്ടായിരുന്നു വഴിയിൽ. വളരെ സ്ലോയിലേ വരാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ എറണാകുളം
സിറ്റിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ സ്റ്റുഡൻറ്റ് ദിബീഷ് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ദിബീഷിനെ പിക്ക് ചെയ്യണം, ദിബീഷിൻ്റെ വീട്ടിൽ പോകണം. എറണാകുളത്ത് എത്തിച്ചേർന്നു. ദേ നമ്മുടെ വണ്ടിക്ക് മുന്നേ പോകുന്നത് ദിബീഷാണ്. ദിബീഷ് ഇവിടെ വണ്ടി ഒതുക്കി വെച്ചിട്ട് നമ്മളോടൊപ്പം വരും. നമുക്ക് ഇന്ന് ഫുള്ള് എറണാകുളം കറങ്ങണം. അതിനുശേഷം നമ്മൾ ദിബീഷിൻ്റെ വീട്ടിലാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ മറൈൻ ഡ്രൈവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറൈൻ ഡ്രൈവിൽ ചെന്നിട്ട് നമുക്ക് ജസ്റ്റ് അവിടെ കുറച്ച് നേരം വാക്ക് ചെയ്യാം, അതുപോലെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് കുറച്ച് സമയം നടക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ ചെന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ സകല കാൽക്കുലേഷൻസും പാളിപ്പോയി ഡിയേഴ്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള കുറേ ക്രൂസ് കിടക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു, ക്രൂസിന് പോകുന്നുണ്ടോ, 10 മിനിറ്റ് കൂടെ ഉള്ളൂ, 5:30 ആകുമ്പം ഇത് ഇവിടുന്ന് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മൾ തായ്ലൻഡിലും അതുപോലെ തന്നെ ദുബായിൽ പോയപ്പോഴും ക്രൂസിൽ പോയിട്ടുണ്ടായിരുന്നു. ക്രൂസിൽ ഡിന്നർ, DJ ഡാൻസ് ഒക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുറച്ച് സ്റ്റുഡൻസ് നമ്മൾ കാണാനായിട്ട് അവിടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സ്റ്റുഡൻസിനോട് കുറച്ച് കഴിഞ്ഞിട്ട് വരാനായിട്ട് പറയാം. അങ്ങനെ അവരെ വിളിച്ചിട്ട് ഞങ്ങളൊരു 3 hours ക്രൂസ് ട്രിപ്പിന് പോവാണ്ട്, അത് കഴിഞ്ഞിട്ട് വായോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ക്രൂസിനകത്ത് കയറി. ശരിക്കും എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഗൈസ്. അവർ കയറുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് 3 hours ഫുള്ള് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അതായത് DJ ഡാൻസ് ഉണ്ടാവും, ഡിന്നർ അതിനകത്ത് തന്നെ ബുഫേ സിസ്റ്റം എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മെൻ്റലിസം പഠിച്ചൊരു പയ്യൻ, നമ്മൾ യൂട്യൂബിലൊക്കെ മെൻ്റലിസ്റ്റ് അനന്തു എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ല, അതുപോലെ ഒരു മെൻ്റലിസം പഠിച്ചൊരു പയ്യൻ, പേരെനിക്കറിയില്ല കേട്ടോ, മറന്നുപോയി. അപ്പോൾ ആ പയ്യൻ്റെ മെൻ്റലിസം പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഗാനമേള ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഗൈഡ് ഉണ്ടായിരുന്നു. ഗൈഡ് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമേസിങ് ജേണി ആയിരുന്നു എന്ന് തന്നെ പറയാം. ഞാൻ എല്ലാവർക്കും ഈ ഒരു ക്രൂസ് ട്രിപ്പ് സജസ്റ്റ് ചെയ്യും കേട്ടോ. 100-ൽ 110% ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. കാര്യം നമുക്കൊരു കാര്യം, നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എപ്പോൾ മെറൈൻ ഡ്രൈവിൽ പോയാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ക്രൂസ് ട്രിപ്പിന് പോകണം. 3 hours ജേണി ശരിക്കും വർത്താണ്. ഒരാൾക്ക് 1500 ആയിരുന്നു ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. നമുക്കത് വർത്താണ്. നമ്മളൊരു നല്ല റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം അത്രയും പൈസയൊക്കെ ആവും. ഇത് സൺസെറ്റാണ് അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് വൈകുന്നേരം പോവുകയാണെങ്കിൽ ആ ഒരു സൺസെറ്റ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും ബ്യൂട്ടിഫുള്ളി ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്തു തരും. നമ്മൾ ജസ്റ്റ് കേട്ടോണ്ടിരുന്നാൽ മതി. 3 മണിക്കൂർ എങ്ങനെയാണ് പോകുന്നത് നമുക്കറിയില്ല. അത്രത്തോളം എന്താ പറയുക, ഫുൾ ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഫീൽഡ് ആയിരിക്കും. അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയുണ്ടല്ലോ, ഒരു കോഴിക്കോടൻ സ്ലാങ്ങിലൊക്കെ ഒരു പ്രത്യേക രസമാണ്. അവർ ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ എൻജോയ് ചെയ്യിച്ചാണ് നമ്മളെ ആ ഒരു ട്രിപ്പിന് കൊണ്ടുപോവുക. അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഈ ഒരു ക്രൂസ് ട്രിപ്പിന് പോയിട്ട് തീർച്ചയായിട്ടും കമൻറ്റിൽ അത് രേഖപ്പെടുത്തണം കേട്ടോ. ഇനി ഓൾറെഡി പോയിട്ടുള്ളവരാണെങ്കിൽ അതും പറയാം കേട്ടോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പോയ ക്രൂസിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു അനുഭവം. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ട്രിപ്സ് എൻജോയ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക. കയറിയപ്പോഴേ അവർ പൈനാപ്പിൾ ജ്യൂസ്, ചേട്ടന് കിട്ടിയത് തണ്ണിമത്തൻ ജ്യൂസ് ഒക്കെ. അപ്പോൾ ദിവേഷും തണ്ണിമത്തൻ ജ്യൂസാണ്. ടോക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ നേവൽ ബേസ് ആയിട്ടുള്ള INS വെന്തുരുത്തിയിലാണ്. ഈ ഇന്ത്യൻ നേവിയുടെ ബേസിന്റെ അകത്തായിട്ട് നേവിയുടെ എയർ ബേസ് വരുന്നുണ്ട്. INS ഗരുഡ എന്ന് പറയും. INS ഗരുഡ അതായിരുന്നു കൊച്ചിയുടെ ഫസ്റ്റ് എയർപോർട്ട്. 1900 ബാലൻസ് തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കും? താഴേക്ക് പോകും, പക്ഷെ താഴെ എത്തില്ല, നേരെ മുകളിലോട്ട് പോകും. ഓക്കെ, സോ എല്ലാവരും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക സ്റ്റെയറിന്റെ അടുത്ത് നിന്ന്. ഓക്കെ, നമ്മുടെ ഇനി മറ്റൊന്ന് നമ്മുടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ആഴയുള്ളൂ, നമുക്ക് ഇറങ്ങി നടക്കാവുന്ന ആഴയുള്ളൂ. ഈ കായലിന്റെ റോബർട്ട് ക്രിസ്റ്റോന്റെ ബോട്ടാണ് ഡൊറോത്തി. ഓക്കെ, ഈ ബോട്ടിന് മറ്റ് 2 മറ്റേ നമ്മള് മഹാത്മാഗാന്ധിന്റെ പേരക്കുട്ടിയല്ലേ, ഓനായിട്ടുണ്ടാവും എന്നാ തോന്നുന്നത്. ഓക്കെ, സോ രാജീവ് പോർട്ട് കൺട്രോൾ. ഓക്കെ, സോ നമ്മുടെ പോലീസിന്റെ റോഡിലെ ട്രാഫിക് കൺട്രോൾ റൂം പോലെ ഇവരാണ് ഇവിടുത്തെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ നേവിയുടെ കപ്പലാണെങ്കിലും ശരി, ഇതിലൂടെ ഓരോ തവണ പാസ് ചെയ്യണമെങ്കിലും ഇവരുടെ ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒരു സമോസയും അതുപോലെ കുക്കീസും കൊണ്ടു തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ഗാനമേളയായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ ആ പാട്ടിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പാട്ട് പ്ലേ ചെയ്യാത്തത്.
മട്ടാഞ്ചേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മാനം കിട്ടിയ തെരുവ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി മറ്റൊന്ന്, ഈ ഏരിയയുടെ പോർച്ചുഗീസുകാർ ഇവിടെ വന്ന സമയത്ത് എന്ത് ചെയ്തു, നമ്മുടെ ചില അമ്പലങ്ങളൊക്കെ കൊള്ളയടിക്കുകയുണ്ടായി. ആ തെറ്റിന് ക്ഷമാപണമായിട്ട് അവർ നമ്മുടെ രാജാവിന് സമർപ്പിച്ച കൊട്ടാരമാണ് മട്ടാഞ്ചേരി പാലസ്. ഓക്കെ, വാസ്കോഡ ഗാമയുടെ നിർദ്ദേശമായിരുന്നു അങ്ങനെ ഒരു കൊട്ടാരം നിർമ്മിച്ച് നൽകിയിട്ട് മാപ്പ് പറയാൻ. ഓക്കെ, ഇനി മറ്റൊന്ന്, ഈ ഏരിയയുടെ അകത്തായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ നേവിയുടെ മ്യൂസിയം വരുന്നത്. നമ്മുടെ മറ്റൊന്ന് കേട്ടോ, നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് പാസ് ചെയ്യുന്നത് നമ്മുടെ മണ്ണുമാന്തി കപ്പലാണ്. റൈറ്റ് സൈഡിൽ ആ മഞ്ഞ കളർ കണ്ടോ, അതിന്റെ ബാക്കിലായിട്ട് വലിയൊരു കട്ടർ ഉണ്ട്. അത് അവർ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യും, മണ്ണും ചെളിയും വെള്ളമൊക്കെ കൂടിയും വലിച്ചെടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അത് എന്ത് ചെയ്യും, നടുക്കടലിൽ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യും. അങ്ങനെയാണ് ഇന്ന് ഈ കപ്പൽ ചാനലുകളുടെ ആഴം നമ്മുടെ ഡച്ച് സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഈ ഏരിയയുടെ അകത്താണ് നമ്മുടെ ഇന്ത്യൻ നാവൽ അക്കാഡമി ആയിട്ടുള്ള ദ്രോണാചാര്യ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഈ ഏരിയയുടെ അകത്തായിട്ടാണ് എന്റെ ഭാര്യ വീട് സ്ഥിതി ചെയ്യുന്നത്. അതെല്ലാ ട്രിപ്പിലും പ്രത്യേകം പറയണം എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് ഫുൾ ടൈം ഡാൻസ് ആയിരുന്നു കേട്ടോ. ഡാൻസ് ശരി, കടലിലാണ് നമ്മൾ ഡാൻസ് ചെയ്യുന്നതെന്നുള്ള ഒരു ചിന്തയും ഇല്ലാതെ മാക്സിമം എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്, ഒരു രക്ഷയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും സൺസെറ്റ് കാണാനായിട്ട് ഷിപ്പിൻ്റെ ഏറ്റവും ഫ്രണ്ടിലേക്ക് പോയി. സൺസെറ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും DJ സ്റ്റാർട്ടായി, വരൂ നമുക്കിനി ഡാൻസ് കളിക്കാം. ഓരോ യാത്രകളും ഓരോ മെമ്മറീസ് ആണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ സേവ് ചെയ്ത് വെക്കുന്നത് തന്നെ പിന്നീട് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും. എൻ്റെ വ്ളോഗുകൾ ഞാൻ തന്നെ ഇരുന്ന് കണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കാറുണ്ട്. അപ്പോൾ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ പാട്ടിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഞാൻ പാട്ടിടാത്തത്. ഡാൻസ് ഒക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ്, അങ്ങനെ നേരെ പോയി ഞങ്ങൾ ഫുഡ് കഴിച്ചു. ക്രൂസ് ട്രിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഷിപ്പിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് എന്നെ കാണാനായിട്ടെത്തി, ആതിരയും സരിതയും. പിന്നെ അവരുടെ കൂടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ചില്ലായി. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ദിബീഷിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ, ലവ് യു.